എല്ലാവർക്കും സുഖല്ലേ? വെൽക്കം ടു സജിനാസ് കിച്ചൻ. തലശ്ശേരിക്കാരുടെ സ്വന്തം കൊഞ്ചൻ പിടി അല്ലെങ്കിൽ ചെമ്മീൻ പിടിൻ്റെ റെസിപ്പിയുമായാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു അമ്മായി സ്പെഷ്യലാണ് കേട്ടോ. പിടി തയ്യാറാക്കിയിട്ട് അതിൽ ചെമ്മീൻ മസാല പൊതിഞ്ഞ് ആ ഗ്രേവിയോടുകൂടി കഴിച്ചാൽ ചുറ്റുള്ളതൊന്നും പിന്നെ കാണൂല. ടേസ്റ്റ് പൊളിയാണ്. പിന്നെ തലശ്ശേരിക്കാരോട് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യണേ. എങ്കിലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ. നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള പിടി ഉണ്ടാക്കി തുടങ്ങാം. ഇതിനു വേണ്ടി നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലോട്ടേക്ക് 3 കപ്പ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതായത് നെയ്സ് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 3 കപ്പാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇതിനാവശ്യമായുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലോട്ടേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിന് ഇത്ര അളവൊന്നുമില്ല. നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാൻ. നോർമൽ വെള്ളം തന്നെയാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഏകദേശം ഒരു ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൈ വെച്ചിട്ട് നല്ല സോഫ്റ്റിൽ മയത്തിലൊന്ന് കുഴച്ചെടുക്കുക. ഇപ്പോൾ നിങ്ങൾ മാവ് കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇതുപോലെയാണ് വേണ്ടത്. ഏകദേശം ഒരു ചപ്പാത്തിക്കൊക്കെ നമ്മൾ കുഴക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് പിടി ഉണ്ടാക്കി തുടങ്ങാം. ഇതിനു വേണ്ടി ഞാനൊരു വാഴയില എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കുന്ന നമ്മുടെ മാവിൽ നിന്നും ഇതൊരു ചെറിയൊരു ബോളിൻ്റെ ഷേപ്പാക്കി എടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. എന്നിട്ട് നമുക്ക് പിടി ഉണ്ടാക്കി തുടങ്ങാം. ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ചെറിയ പിടി ഉണ്ടാക്കി കൊടുത്താൽ മതി. വലിയ പിടി ഉണ്ടാക്കണ്ട. അപ്പോൾ നമ്മൾ മസാലേൻ്റെ ഉള്ളിലേക്ക് പിടിക്കില്ല. ഏകദേശം ഇതുപോലെ ചെറിയ പിടി ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. കാണാനും നല്ല ഭംഗിയായിരിക്കും, കഴിക്കാനും ടേസ്റ്റ് അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്കിതുപോലെ കുഞ്ഞു പിടി ഉണ്ടാക്കിയെടുക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വളരെ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. നമ്മൾ ഫസ്റ്റിൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് പോലും ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഇത്. അധികം പണിയൊന്നുമില്ല. പിന്നെ ഈ വാഴയിലേക്ക് പകരം നിങ്ങൾക്ക് അലൂമിനിയം ഫോയിൽ എടുക്കാൻ കിട്ടും. വാഴയിലാകുമ്പോൾ നല്ലൊരു പിടിക്കൊരു വാഴയിൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. അപ്പം ഞാൻ മുഴുവനും ഇതുപോലെ തന്നെ ഞാൻ പിടി തയ്യാറാക്കി എടുക്കട്ടെ. ഈ ചെമ്മീൻ പിടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. ചില ആൾക്കാർ ഇതിനെ കൊഞ്ചൻ പിടി എന്നും പറയാറുണ്ട്. അപ്പോൾ നിങ്ങളെവിടെ എന്താണ് പറയാമെന്ന് കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കിത്. നമ്മൾ പലതരം ഫുഡ് കഴിച്ചിട്ടുണ്ട്. നിങ്ങൾ പലരും ഇത് ഫുഡ് കഴിച്ചിട്ടും ഉണ്ടാവും. എങ്കിലും കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണ് കേട്ടോ. തയ്യാറാക്കിയിട്ടുള്ള നമ്മുടെ മുഴുവൻ പിടിയും ഞാനിപ്പോൾ ഒരു സ്റ്റീമറിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. 20 മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പിടികളെല്ലാം തന്നെ മൊത്തത്തിൽ തന്നെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കായിട്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ടും തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഓരോന്നായിട്ട് അടർത്തിയിട്ട് വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ചെമ്മീൻ മസാല റെഡിയാക്കാം. ചെമ്മീനാണ് നമ്മുടെ ഇന്നത്തെ താരം. നമ്മൾ ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ഒരു പിടി തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ടി ഞാനിപ്പോൾ 1/2 കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കാം. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കാം. കഴുകി വെച്ചിട്ടുള്ള ഈ ചെമ്മീനിലേക്ക് 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മളെ മസാലപ്പൊടി ചെമ്മീൻ്റെ എല്ലാ ഭാഗത്തോട്ടേക്കും ആകുന്ന തരത്തിൽ നന്നായിട്ടൊന്ന് മസാല പുരട്ടി വെക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴേക്കും നമ്മൾ ചേർത്തിട്ടുള്ള മസാലയൊക്കെ ചെമ്മീനിൽ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഫ്രൈ ചെയ്യാൻ വേണ്ടി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ മസാല പുരട്ടിയുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇത് അധികം സമയമൊന്നുമില്ല കേട്ടോ. ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രമേ വേണ്ടൂ. നമുക്കൊരു 5 മിനിറ്റ് നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് തന്നെ കുക്കായി വരും. ചെമ്മീൻ ഫ്രൈ ആകുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇവിടെ നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഒരു 3 സവാള, വലിയൊരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. 3 തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായുള്ള പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മസാല ഉണ്ടാക്കി തുടങ്ങാം. ഒരു പാൻ എടുക്കാം. അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ നല്ലവണ്ണം തന്നെ ചൂടാകുമ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ സവാള നല്ലവണ്ണം തന്നെ വാടി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു കളർ ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സവാള നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിലൊരു റോസ് സ്മെല്ലൊന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷായിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരണം. ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്ന പൊടികളാണ്. ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു റോസ് സ്മെല്ല് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഫൈനലായിട്ട് ഒരു ഇത്തിരി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ മസാല ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കേട്ടോ. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കിയുള്ള നമ്മുടെ ചെമ്മീൻ മസാല ഞാനിപ്പോൾ വേറൊരു ബൗളിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ പിടിയൊക്കെ ഇട്ടിട്ട് മിക്സ് ആക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി വേറൊരു വലിയൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ തയ്യാറാക്കിയുള്ള പിടിയാണ്. അത് ഇതിലേക്ക് മൊത്തത്തിൽ തന്നെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പിടിയും മസാലയും കൂടി നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് തേങ്ങയുടെ 2ാം പാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. 2ാം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ 1ാം പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. ഒരു പ്രാവശ്യം മാത്രം തിളപ്പിച്ചാൽ മാത്രം മതിയാകും. ലാസ്റ്റ് ഒരു ഇത്തിരി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പിടി എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കൂടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു. ബൈ ബൈ.